BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സർക്കാരിന് തിരിച്ചടി. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ സ്ഥലം മാറ്റിയ നടപടി സ്റ്റേ ചെയ്തു. നിയമവ്യവസ്ഥയ്ക്ക് നന്ദിയെന്ന് ഡോക്ടർ റീന. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ സർക്കാർ നടപടി സ്റ്റേ ചെയ്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഡോക്ടർ റീന നൽകിയ ഹർജിയിലാണ് നടപടി. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു. സർക്കാരിനോട് ആലോചിക്കാതെ ഡയറക്ടർ തീരുമാനങ്ങൾ എടുത്തെന്നും സിസ്റ്റത്തിനോട് സഹകരിക്കാത്തവരെയും തുരപ്പൻ പണിയെടുക്കുന്നവരെയും മാറ്റും എന്നുമായിരുന്നു ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വിഷയത്തിൽ പ്രതികരിച്ചത്. പദ്ധതി നിർത്തണമെന്ന് എങ്ങനെ പറയാനാകും? പ്രിയദർശിനി പദ്ധതിക്കെതിരെയുള്ള പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി. പ്രിയദർശിനി പദ്ധതിക്കെതിരെയുള്ള പൊതുതാൽപര്യ ഹർജിയിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. രാഷ്ട്രീയ നേട്ടത്തിനുള്ള തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എന്ന് ഹർജിക്കാരൻ വാദിച്ചു. വാക്കു പാലിച്ചതായി കണ്ടുകൂടെയെന്ന് കോടതി ഹർജിക്കാരനോട് ചോദിച്ചു. പദ്ധതി നിർത്തണമെന്ന് എങ്ങനെയാണ് പറയാനാവുക എന്ന് കോടതി ചോദിച്ചു. ഹർജി വിധി പറയുവാനായി മാറ്റി. മുഖ്യമന്ത്രി വി ഡി സതീശന് അന്ധമായ RSS ഭക്തി. PM ശ്രീയുമായി മുന്നോട്ടു പോയാൽ ശക്തമായി പ്രതിഷേധിക്കും SFI. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുവാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് M സജി. മുഖ്യമന്ത്രി വി ഡി സതീശന് അന്ധമായ RSS ഭക്തി. PM ശ്രീ RSS അജണ്ട നടപ്പിലാക്കുവാനുള്ള പാലം എന്ന് പറഞ്ഞത് വി ഡി സതീശൻ. ഇന്ന് ആ RSS അജണ്ട ദൃഢതയോടെ നടപ്പിലാക്കുന്നു. ഇത് പ്രതിഷേധാർഹമെന്ന് ആദർശ് M സജി മാധ്യമങ്ങളോട് പറഞ്ഞു. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരുന്ന സംഭവം നടപടിയെടുത്ത് MVD. കണ്ടക്ടർ രാംദാസിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. വിദ്യാർത്ഥികളെ കണ്ടക്ടർ ബസ്സിൽ കയറ്റാതിരുന്ന സംഭവത്തിൽ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. കണ്ടക്ടർ രാംദാസിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 3 മാസത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. രാംദാസിന് പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് നൽകുവാനും തീരുമാനം. വടക്കാഞ്ചേരി ജോയിന്റ് RTO ഓഫീസിലേക്ക് കണ്ടക്ടറെ വിളിച്ചു വരുത്തി വിശദീകരണം കേട്ട ശേഷമാണ് നടപടി. സാങ്കേതിക ന്യായീകരണങ്ങൾക്കപ്പുറം സർക്കാർ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം. PM ശ്രീയിൽ KSU. PM ശ്രീയിൽ UDF സർക്കാർ അടിയന്തരമായി രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളണമെന്ന് KSU നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സാങ്കേതിക ന്യായീകരണങ്ങൾക്കപ്പുറം വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്ന് KSU ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ കുറിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് 3 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. 6-ാം പ്രതി കിരൺ, 8-ാം പ്രതി ഷഫീഖ്, 17-ാം പ്രതി വൈശാഖ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. നേരത്തെ ED ഉദ്യോഗസ്ഥരെയും വാഹനങ്ങളും ആക്രമിച്ച കേസിൽ 7 പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വിലക്കി UAE. അക്കൌണ്ട് തുറക്കുവാനോ മറ്റുള്ളവരുടെ അക്കൌണ്ടുകൾ ഉപയോഗിക്കുവാനോ കഴിയില്ല. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് വിലക്കേർപ്പെടുത്തി UAE. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. UAE ക്യാബിനറ്റിന്റേതാണ് തീരുമാനം. ഇതോടെ നിർണായകമായ തീരുമാനം കൈക്കൊള്ളുന്ന ആദ്യ ഗൾഫ് രാജ്യമായി UAE. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.